നമ്മളപ്പോൾ ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതെ, ഫേസ് പാക്ക് വീഡിയോ ആണ്. എല്ലാം അമ്മുവിൻ്റെ കയ്യിലാണ്. അമ്മുവാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പണ്ട് മുതലേ ഫേസ് പാക്ക് മുഴുവൻ ഉണ്ടാക്കണം അമ്മുവാണ് കേട്ടോ. അമ്മുവാണ് ഇതിൻ്റെ ആൾ. നമ്മൾക്കൊന്നും അറിയേണ്ടി വരാറില്ല. അത് ഞാൻ തന്നെ. അതെ, അമ്മു ഫേസിൽ ടാനാണ് എന്ന് പറയുമ്പോൾ അമ്മുവാണ് ഓരോരുത്തർന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഓരോരോ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരുടെ മുഖം കണ്ടറിയാം. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്, പുറത്തൊക്കെ പോയേക്കായിരുന്നു. അത് നട്ടുച്ചയ്ക്ക് എന്നെ കൊണ്ട് നട്ടുച്ചയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ടാനായിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്, അപ്പം ഒന്ന് ഷുണ്ടറിയായിട്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെയോ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ട് അങ്ങനെ ആ ചേച്ചി പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ്, ട്രൈ ചെയ്ത് നോക്കാം. അതെ, നമ്മൾ ഇന്നൊരു ചാർക്കോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകണം. ചാർക്കോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ചാർക്കോൾ ഫേസ് പാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചാർക്കോളിൻ്റെ ഫേസ് പാക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടാവും, അത് നേരെ മിക്സ് ചെയ്ത് അങ്ങ് റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇല്ല, നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കണം എന്ന്. അതെ, അപ്പം നമ്മൾ ചാർക്കോൾ ഉണ്ടാക്കാൻ പോകണം. അമ്മ അപ്പോൾ പോയി ചാർക്കോൾ ഉണ്ടാക്കിക്കോ, ഞാൻ വരാം. അപ്പോൾ നമ്മൾ ചാർക്കോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകണം. അമ്മു ഫുള്ള് റെഡിയാക്കിക്കോളും. ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് എല്ലാം ചെയ്യാറ്. നമ്മൾ അതിൽ കാര്യത്തിൽ ഇടപെടാറില്ല. അമ്മു ഫേസിൽ ടാനുണ്ട്, ഫേസ് പാക്ക് വേണം എന്ന് പറയുമ്പോൾ അവൾ തന്നെയാണ് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാറ്. ഏതാതുപോലും നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് അമ്മുവിൻ്റെ ഒരു ഡിമാൻഡാണ്. എന്ത് പാക്കാണത്, എന്താണ് അതിൽ ചെയ്തത് എന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഭയങ്കര ഇതാണ്. ഇവിടെ ഒരാൾ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഓടി. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കണമല്ലോ, ഇടയ്ക്ക് മാത്രം ഇങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം. എൻ്റെ മുഖത്തും ഫുള്ള് ടാനും ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് പുറത്ത് പോയത് കാരണം നല്ലപോലെ ഉച്ച സമയത്താണ് പോയത്, അതുകൊണ്ട് നല്ലപോലെ ടാനുണ്ട്, നല്ലപോലെ കരിവാളിച്ചിട്ടുണ്ട് മുഖം. അപ്പം നമുക്ക് പോയിട്ട് അമ്മ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. എന്താ അമ്മ പരിപാടി? ഇങ്ങനെയാണോ ചാർക്കോൾ ഉണ്ടാക്കുക? യെസ്, നമുക്കറിഞ്ഞൂടാ, പല വീഡിയോയിലും കണ്ടിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്യാൻ പോകും. എന്താവും എന്നറിഞ്ഞൂടാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കത്ത് പിടിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ? കത്ത് പിടിക്കേണ്ടതാണ്, ഇപ്പം കത്ത് പിടിക്കണില്ല. അമ്മൂന് എന്താണ് ചാർക്കോൾ ഫേസ് മാസ്കിനെ പറ്റി പറയാനുള്ളത്? ഞാൻ കണ്ടതിൽ വെച്ച് അടിപൊളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കാം, ഇനി കുരു വഴിയോ മുഖം പണ്ടാരടങ്ങോ ഒന്നും അറിഞ്ഞൂടാ, നോക്കാം. ഇപ്പം എന്തായി അവസ്ഥ? ഓട്ട വീണിട്ടുണ്ട്, പക്ഷെ കത്തിയിട്ടില്ല. ചെറിയൊരു ഓട്ട വീണിട്ടുണ്ട് ഇതിന്. കത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ലോണം കത്തി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം അമ്മൂൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നല്ല പോലെ ടാൻ അടിച്ച് ഒരുമാതിരി അവസ്ഥയിലായിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായി, അതുകൊണ്ട് അതും നല്ല നട്ടുച്ചയ്ക്കാണ് പോയത്. അത് കാരണം നല്ലപോലെ ടാനൊക്കെ അടിച്ചതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഫേസ് പാക്ക് അല്ലേ? ഇത് ഇന്നെങ്ങാനും റെഡി ആവോ? റെഡി ആവോ? ഇതെന്താ കത്തി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയോ രൂപമാറ്റങ്ങളൊക്കെ ചിരട്ടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ശരിക്ക് കത്തട്ടെ. കെട്ടുപോയി. അതെ, ഇനി നമുക്ക് പോയിട്ട് ഞാൻ ആ പാത്രം എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ പാത്രത്തിലോട്ടിടാം. ഈ പാത്രത്തിലോട്ട് നമുക്കിടാം. ഇനി അതവിടെ ഇരുന്ന് കത്തി അത് ചാരമാവണം എന്നാണ് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന മെൻറ്റർ ആയ അമ്മു എന്ന കുട്ടി പറയുന്നത്. നമുക്ക് നോക്കാം. അത് ഏറ്റവും നല്ലത് ഇവിടെ നിന്ന് ഇത് മാറ്റിയിട്ട് പുറത്ത് കൊണ്ടുപോയി ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. ആ പാത്രം അങ്ങനെ എടുത്തോ. ഇതും മറന്ന് എൻ്റെ മേത്തോട്ട് ഇല്ല, പയ്യെ എടുത്താൽ മതി. പിടിച്ചോ, പ്രശ്നമില്ല. അല്ലെങ്കിൽ താഴത്തേക്ക് വയ്ക്കും. ഇത് മറിഞ്ഞെൻ്റെ മേത്തോട്ട് വേണം ഞാൻ. ഗൈസ്, അത് പൊക്കോണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്,
ഹേ ഗായ്സ്, അപ്പം നമ്മൾ ചിരട്ട അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേഗമാവാൻ വേണ്ടിയിട്ട്. അതെ, നമുക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ശരിയാവും എന്നുള്ളത്. എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഗൈസ്. എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അതെ, മുഖത്ത് നല്ലപോലെ ടാൻ ഉണ്ട്. എന്തായാലും ഇന്ന് പാക്ക് ഇടണം എന്നുള്ള വിചാരിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചിരട്ട ഇത്രത്തോളം കത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇത് ശരിക്കും നല്ലപോലെ കത്തി പൊടിയായിട്ട് കിട്ടണം. എന്നാലേ നമുക്കത് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ എന്നാണ് അമ്മ പറയണേ. കൈ കൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവണം. അതെ, അപ്പോൾ അത് ശരിക്കും നല്ലപോലെ ഇത് ഫുൾ കത്തിപ്പോയാലേ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു പാക്ക് ഉണ്ടാക്കി അതിടാൻ വേണ്ടിയിട്ട് എന്താ ഒച്ച വരുന്നത്? ഒരു പാക്ക് ഉണ്ടാക്കി അതിടാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം വെയിറ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം, എന്തൊക്കെയോ പൊട്ടുന്നും ചീറ്റും നോക്കുന്നുണ്ട് ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഇത് കെട്ടിട്ടുണ്ട്. പൊടിയൊന്നും ആയിട്ടില്ല. നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിന്ന് പൊടിച്ചെടുക്കണം. കുറേ ടൈം എടുക്കുന്ന കാര്യമാണ്. നല്ലപോലെ ടൈമുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാം. അതെ, ആൻഡ് നമുക്ക് ഇതിന് ചൂടാറാനായിട്ട് വെക്കാം. നിറച്ച് കൊതുകാണ് കേട്ടോ, ഫ്രെയിമിൽ മുഴുവൻ കൊതുകാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പ്, വാവ്, മഴ പെയ്ത് കാരണം നല്ല പച്ചപ്പാണ് കേസ്. അതുകൊണ്ടാണ് ഇത്രയും കൊതു വന്നേക്കണത്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് പൊടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എത്രത്തോളം ടാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഭയങ്കര ചേഞ്ചായിട്ട്. ഇവിടെയൊക്കെ നല്ലപോലെ ടാൻ വന്നിട്ട് നല്ലപോലെ വൃത്തികേടായിട്ടുണ്ട് മുഖം. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾ ബാക്കിലോളം ശ്രദ്ധിക്കേണ്ട, വീഡിയോ ഫുൾ അലങ്കോലമായിട്ട് എടുക്കാനൊന്നും വേണ്ടിയില്ല. എന്തായാലും നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് സുന്ദരിയായില്ലെങ്കിൽ നാളെ നമ്മൾ പോകുമ്പോൾ അവിടെ കുറേ നല്ല മനസ്സുള്ളവരുണ്ടാവും. കൊച്ചു അങ്ങ് കറുത്തു പോയല്ലോ, എന്തുവാ കൊച്ചു ഇത് എന്നൊക്കെ പറയാൻ കുറേ പേരുണ്ടാവും. നമ്മൾ വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കും. നമ്മളപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ചൂടാറി നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അത് ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ കൈ കൊണ്ട് അത് പയ്യെ പൊടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പൊടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടത് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാം. അമ്മ ഇപ്പോൾ ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോയി ഞാൻ മുഖം കഴുകി. അതെ, മുഖമൊക്കെ കഴുകി ഫേസ് പാക്ക് ഇടാൻ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ പൊടിയുന്നുണ്ടോ? കയ്യിലൊക്കെ കരി പറ്റി. നമുക്ക് ഫുള്ള് പൊടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ മിക്സിയിൽ പൊടിച്ചില്ല, നമ്മളിങ്ങനെ കല്ലിലിട്ടിട്ട് പൊടിക്കുകയാണ്. പൊടിയുന്നുണ്ട്. കല്ലിലിട്ടിട്ടല്ല, കല്ല് വെച്ച് പൊടിക്കണം. എങ്ങനെയായാലും പറഞ്ഞാൽ പോലെ. അതുകൂടെ ഭയങ്കര കഷ്ടപ്പാടിലാണ് ഗൈസ്. അതൊന്നുമില്ല, ഒച്ചയൊക്കെ നിങ്ങൾ കേൾക്കണ്ടാവും. നല്ലോണം പൊടിഞ്ഞ് വന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊടി. ഇനി നമുക്കിതിലോട്ട് എന്താ അമ്മ ആഡ് ചെയ്യണ്ടേ? കടലമാവ്. ഓക്കെ, കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല ഭംഗിയല്ലേ കാണാൻ. കടലമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽ. നോക്കിയിട്ട് ഒഴിക്കാം. കുറേശ്ശെ മിക്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കുക, മറന്നുണ്ടോ ഗൈസ്? വാവ്, ഇത് മുഖത്ത് വയ്ക്കുമ്പോൾ ഇത് എന്താവും എന്ന് അറിയാൻ പാടില്ലാത്ത അമ്മൂനിപ്പോൾ എന്ത് തോന്നുന്നു? എന്നാലും ഇത് എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? നോക്കാം, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം.
ശരിയായോ? ഏറെക്കുറൊക്കെ ആയിട്ടുണ്ട്. ഇനി വേണോ? ഇനി കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇത് മതി. ഈ കൺസിസ്റ്റൻസി പ്രശ്നമില്ല. അപ്പോൾ അതേ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ്. ഗൈസ്, നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല. അമ്മൂൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കണ്ടറിയാം എന്താവുമെന്ന് അറിയാൻ പാടാത്തോണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഖാമോൺ ബാബുവ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ മുഖം നേരത്തെ കഴുകിയായിരുന്നു കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ പൊടിഞ്ഞതിൻ്റെ ഒരു സ്ക്രബ് ഉണ്ട് കേട്ടോ. സ്ക്രബിങ് ഫീൽ ഉണ്ട് എന്നാണ് അമ്മു പറയുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കാം. ആദ്യം അമ്മു ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആദ്യം പരീക്ഷിക്കുന്നത് എപ്പോഴും അമ്മൂരിൽ നിന്നായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അമ്മൂൻ്റെ എന്തായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അമ്മു ആണ് എന്തായാലും ഐഡിയ കൊണ്ടുവന്നത്. ചാർക്കോൾ ഫേസ് പാക്ക് വേണം, ചാർക്കോൾ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് അമ്മു തന്നെ ട്രൈ ചെയ്യണമല്ലോ. അമ്മൂൻ്റെ എങ്ങനെയായി, അത് കഴിഞ്ഞിട്ട് ഫേസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടാൻ പാടുള്ളൂല്ലോ. നമ്മൾ അങ്ങനെ ഒരു ബഹുമാനം അമ്മൂനോട് കാണിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അമ്മൂനെ കാണാൻ. കള്ളന്മാരുടെയൊക്കെ ഒരു ലുക്ക്, മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്ന പോലെ. കൊള്ളാം, നല്ലതാ. നമ്മൾ കഴുത്തിലും എപ്പോഴും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ട് കളറിലിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കഴുത്തിലും ഇട്ട് കൊടുക്കണം. ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കാര്യം കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി വരികയൊന്നും ഇങ്ങനെ വേണ്ട, നോക്കാം. എന്താവോ മുടുക്കിയായിട്ടുണ്ട്. എന്താവോ എന്താ ചുണ്ടറിയില്ലേ? ഇപ്പം നല്ല രസമുണ്ട്. ഇതുപോലെ ഇരുന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. വാവ്, പല്ല് മാത്രം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 10 to 15 minutes അല്ലേ വെയിറ്റ് ചെയ്യണ്ടേ? അത് ചെറുതായിട്ടൊന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകാം. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് എവിടെ തേക്കാം. അപ്പോൾ അമ്മ പോയി റെസ്റ്റ് എടുക്കൂ. ചെല്ലു. One eternity later. അപ്പം നമുക്ക് പോയിട്ട് മുഖം കഴുകാം. നല്ലോണം വലിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയിട്ട് മുഖം കഴുകാം. ഗൈസ്, അപ്പോൾ അമ്മു മുഖം കഴുകാൻ പോയേക്കാണ്. എന്താവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും എൻ്റെ ഫേസിലോട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അമ്മു ഇറങ്ങിയിട്ടാണ് ഇവിടെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അമ്മു കുളിയൊക്കെ കഴിഞ്ഞെത്തി. എങ്ങനെയുണ്ട് അമ്മു കഴുകിയപ്പോഴൊക്കെ? നല്ല സ്ക്രബിൻ്റെ ഫീലുണ്ട്. അത് കഴുകിക്കളയൊന്നും വലിയ വെള്ളമൊന്നും ഉണ്ടായില്ല. കഴുകികളൊന്നും പാടില്ലായിരുന്നു അല്ലേ? പക്ഷെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. സ്കിന്നൊരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ടാനൊക്കെ പോയി. നല്ലതാ, നല്ലതാ. നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നോക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരു ചേഞ്ച് മനസ്സിലാവണില്ലേ? നല്ലപോലെ ഒരു തിളക്കം പോലൊരു ഫീലുണ്ട്. എന്തായാലും ഇങ്ങനെ കല്യാണം പോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ തലേ ദിവസം പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാവില്ല ഗൈസ്. കുറച്ച് ഇത് ടൈമുണ്ട്. എന്നാലും തലേ ദിവസം ഒരു ഗ്ലോ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഗൈസ്. ഞാനിടാൻ പോവാം. ഓക്കെ, നമുക്കിത് ഇട്ടോക്കാം ഗൈസ്. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ഇടുമ്പോൾ എന്താവുമെന്ന്. പക്ഷെ അമ്മൂൻ്റെ ഇട്ടിട്ട് ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിട്ട് നോക്കാം. ആ ടാനൊന്ന് പോയി കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മൂൻ്റെ പക്ഷെ നല്ലപോലെ ടാനൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഒരു സ്ക്രബിങ് ഫീലുണ്ട് ഇത് ഇടുമ്പോഴും അല്ലേ? നല്ലതാണെന്ന് തോന്നുന്നു. എൻ്റെ ഇത് തേക്കുമ്പോൾ എന്ത് ഇതാ വരിക എന്നുള്ളത് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, ആദ്യമായിട്ടാണ് വ്ളോഗായിട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത്. സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേന്നുള്ളത് അറിയാൻ പാടില്ല. ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകും. അതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ കലയിലാന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനൊരിത് വന്നു കഴിയുമ്പോൾ എന്താ പറയണ്ടേന്നുള്ളൊരു
ഒരിത് വന്നു. എന്തായാലും അമ്മ ഇട്ടു കേട്ടോ, അമ്മ മുഖത്തിട്ടിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ വീഡിയോ ഒന്നും എടുക്കാൻ അമ്മ സമ്മതിച്ചില്ല. അപ്പം അമ്മേനെ കാണിക്കരുത് എന്ന് പറഞ്ഞു. അതെ, അത് കാരണം അമ്മയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അച്ഛനും ഇട്ട് കൊടുക്കാം. അതെ, അച്ഛനെ എനിക്ക് ട്രൈ ചെയ്താൽ കൊള്ളുന്നുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ ഇരുന്നോണ്ട് എത്തുന്നില്ല. അച്ഛനെ നമ്മൾ നിർബന്ധിക്കണം. ഇപ്പോൾ എന്താ സ്കിൻ കെയർ അതിന് പെമ്പിളർക്ക് മാത്രമൊന്നുമല്ല, ആമ്പിളർക്കും ചെയ്യാമല്ലോ. ഉണ്ട്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. സ്കിൻ കെയർ അല്ലേ, അല്ലാണ്ട് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നതല്ലല്ലോ. മേക്കപ്പും ഇപ്പോൾ ആമ്പിളർക്കൊക്കെ ചെയ്യാം. നോക്കട്ടെ, നല്ല ഭംഗിയായില്ലേ. ചുണ്ടറി അവതാറിലെ കൊല്ലിപ്പനൊക്കെയാണ്. ആ ഒരു നീലമയോ അല്ലേ? അവതാറിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത അവതാർ സീസണിലെല്ലാം വരുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ചാർക്കോൾ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ വരാം അല്ലേ? അതെ ഗൈസ്, ഞാൻ ചുണ്ടറിയല്ലേ ഗൈസ്. ഷാഡു ദ ഗ്രേറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ട് വന്നപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. ഒരു നീല ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവണ്ട, അറിഞ്ഞൂടാ. നല്ല ഭംഗിയുണ്ട് അതായത് കാണാൻ അല്ലേ? അതെ, ശരിക്കും അവതാറിലെ ആ ഒരു ഫീല്, ഒരു ഗെറ്റപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴുകിയിട്ട് കാണാം എന്താവും. നമുക്കപ്പം നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്ലോ വന്നിട്ടുണ്ട്. അതായത് പോയ ആളല്ല തിരിച്ചു വന്നു. നല്ല നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് റൊട്ടീൻ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഒരു ചിരട്ടയൊക്കെ എടുത്ത് കത്തിച്ച് അങ്ങ് ഉണ്ടാക്കുക. നല്ലതാണ്, നല്ല നല്ല ക്ലിയറായി സ്കിന്ന്, കൊള്ളാം. അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേറെ സാധനമൊക്കെ അമ്മൂനെ കൊണ്ട് ഒപ്പിച്ച് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ബൈ.